ചേർത്തല പള്ളിപ്പുറത്തെ കൊലപാതക കേസിൽ തെളിവെടുപ്പിനിടെ കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളം വറ്റിച്ചും പോലീസ് തെളിവെടുപ്പ് നടക്കും. ഷാജഹാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷാജഹാൻ, അതായത് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഒരു പരമ്പരയാണ്, കൊലപാതക പരമ്പരയാണ് എന്ന തരത്തിലേക്ക് പോലീസ് എത്തുന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിലവിലെ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഭദ്ര, ഇപ്പോൾ ചെങ്ങന്തറ വീട്, അതായത് സെബാസ്റ്റ്യൻ്റെ വീട്ടുപേര് അതാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഏതാണ്ട് ഒരു 2.5 ഏക്കറോളം വരുന്ന ഈ പ്രദേശത്ത് നടുവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റുപാടും 2-3 കുളങ്ങളും തോടുകളും കുറച്ച് കാടുകളുമൊക്കെ കൂടിയ ഒരു പ്രദേശമാണ്. നിരന്തരം രാത്രികാലങ്ങളിൽ സെബാസ്റ്റ്യനും കുറച്ച് സുഹൃത്തുക്കളും സ്ത്രീകളുമൊക്കെ ഇവിടെ ഒത്തുകൂടാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവിടെ കൂടുതൽ സ്ത്രീകളെ കാണാതാകുകയും അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവിടെ കൊന്ന് മറവ് ചെയ്തിട്ടുണ്ടാകാം എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചും പോലീസും സംയുക്തമായിട്ട് ഇവിടെ പരിശോധന നടത്തി വരുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് സെബാസ്റ്റ്യനുമായിട്ട് ക്രൈംബ്രാഞ്ച് കോട്ടയം ടീം ഇവിടെ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ അന്തരം തുടങ്ങിയ പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. ഇവിടെ കുളവും അതോടൊപ്പം തന്നെ ഈ പരിസരവുമൊക്കെ തന്നെ JCB കൊണ്ട് കുഴിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവിടുന്ന് കുറച്ച് മുമ്പ് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ മണ്ണ് മാന്തി നീക്കം ചെയ്തപ്പോൾ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്കായിട്ട് അവർ ശേഖരിച്ച് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. തൊട്ട് സമീപത്ത് ഇപ്പോൾ ഒരു കുളമുണ്ട്. ആ കുളത്തിലെ വെള്ളം പറ്റിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുകയാണ്. നേരത്തെ മറ്റ് 2 കുളങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം പറ്റിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ നിന്നൊക്കെ തന്നെ പോലീസിന് ഏതെങ്കിലും സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ചില തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലാണ് ആലപ്പുഴ ജില്ലയിലെയും അതോടൊപ്പം തന്നെ കോട്ടയത്തെയും പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തി വരുന്നത്. ഈ കുളത്തിലെ വെള്ളം പറ്റിച്ച് ഈ കുളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നൊരു പരിശോധനയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭദ്ര.